ഹലോ, സായി സ്ട്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബർത്ത്ഡേൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇത് പിന്നെ മാർച്ച് 1 എടുത്ത വീഡിയോ ആണ് കേട്ടോ. ബർത്ത്ഡേ ആരുതാണെന്ന് ചോദിച്ചാൽ അമ്മായിൻ്റെ മോൻ്റെ കുട്ടീൻ്റെയാണ് കേട്ടോ. അയാൻ എന്നാണ് കേട്ടോ മോൻ്റെ പേര്. അപ്പോൾ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ്, ഫസ്റ്റ് ബർത്ത്ഡേ അല്ല കേട്ടോ. ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിക്കാനൊന്നും പറ്റിയിട്ടില്ല. അമ്മായിൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഒരു വർഷമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ദിവസങ്ങളേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർക്ക് ഒന്നാമത്തെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ രണ്ടാമത്തെയാണ് ആഘോഷിക്കുന്നത്. പിന്നെ ഇതിനൊരു വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഞാൻ അംഗൻവാടി കയറി ഇപ്പം എൻ്റെ കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞ് മാർച്ച് 1 ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ അന്ന് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരത്താണ് കേട്ടോ പോരുന്നത്. ഈവനിങ് പരിപാടിയാണ്, 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഞാൻ പിന്നെ മീറ്റിങ്ങിന് പോയതും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അന്ന് കുറച്ച് സങ്കടത്തോടെ ആയിട്ടാണ് പോകുന്നത്. കാരണം അത്രയും ദിവസം ഒരു വർക്ക് ചെയ്തിട്ട് പിന്നെ പോരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് പിന്നെ എല്ലാവരും പറഞ്ഞു വീഡിയോ എടുത്തടി ഇടാലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഇടാനൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നെ അങ്ങോട്ട് ഇട്ടു എന്നുള്ളൂ. എല്ലാവരും പറഞ്ഞപ്പോൾ അങ്ങോട്ട് വീഡിയോസ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു ഇതിൻ്റെ മുന്നത്തതൊന്നും ഞാൻ എടുത്തിട്ടില്ല, ഇപ്പം തൊട്ട് എടുക്കുക എന്നൊക്കെ ചോദിച്ചപ്പോൾ അത് കുഴപ്പമില്ല, ഇപ്പം മുതലാണ്ട് എടുത്തടാന്നൊക്കെ പറയാണ്ട് അങ്ങനെ എടുത്തതാണേ. അപ്പോൾ അമ്മായിൻ്റെ മോനാണ്, ചെറിയ മോനാണ് കേട്ടത്. വലിയ മോനും ഒരു മോളാണുള്ളത്. ചേച്ചിയാണ് കേട്ടോ വലുത്. നീല സാരി എടുത്തതാണ് ഷീജ ചേച്ചി. അപ്പോൾ ഇതൊക്കെ കാണിക്കാൻ കാരണം പിന്നെ ഏട്ടൻ്റെ വർക്കാണ് കേട്ടോ. അത് അമ്മേൻ്റെ മോന് കൊച്ചുതാടൻ ഞങ്ങൾ പറയാം. അപ്പോൾ കൊച്ചുതാടൻ്റെ വർക്ക് തന്നെയാണ് എല്ലാം ഏട്ടൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കൊച്ചുതാടൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പന്തൽ ഒക്കെ സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഷീജ ചേച്ചീൻ്റെ ഹസ്ബൻഡ് നാരായണേട്ടൻ. ഇതാണ് ഞങ്ങളവിടുത്തെ വലിയ മരുമോൻ കേട്ടോ. പേരക്കുട്ടിയൊക്കെ ഉണ്ട്, ഇപ്പോൾ കാണുന്ന മാതിരിയൊന്നുമല്ല. അപ്പോൾ എന്തായാലും ഇതാണ് മോള് കേട്ടോ. പിന്നെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ചെറിയമ്മയും അതേപോലെ തന്നെ സബിത എത്തിയിട്ടില്ല, അവൾ ഗർഭിണിയല്ല. അപ്പോൾ അവൾക്ക് ഡേറ്റൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറിയമ്മ പോന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് അമ്പിളിച്ചേച്ചി എനിക്ക് വെള്ളമൊക്കെ എടുത്ത് തരികയാണ് കേട്ടോ. അമ്മായിൻ്റെ ഒരു ചെറിയ അമ്മായിൻ്റെ മോളാണ് കേട്ടത്. പിന്നെ മുത്തിച്ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. കുറച്ച് സമയം ഞങ്ങളെത്തി, കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേന് തന്നെ കേക്ക് കട്ടിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അമ്മായിക്ക് 3 മക്കളാണ്. വലുതാണ് ഷീജ ചേച്ചി. ഷീജ ചേച്ചിക്ക് 3 മക്കളുണ്ട്. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തതാണ് മുത്തുതാട്ടന് 2 കുട്ടികളാണ്, 2 ആൺകുട്ടികളാണ് കേട്ടോ. പിന്നെ ചെറുതാണ് കൊച്ചുതാട്ടന് ഒരു മോനുള്ളൂ കേട്ടോ. വലിയ അമ്മായിയാണ് കേട്ടോ, അച്ഛൻ്റെ വലിയ പെങ്ങളാണ്. അപ്പോൾ അവർക്ക് പിന്നെ അംഗനവാടിയിൽ ഹെൽപ്പറായിട്ടായിരുന്നു കേട്ടോ ജോലി. ഇപ്പോൾ പിന്നെ റിട്ടയർഡായി, കഴിഞ്ഞ വർഷം റിട്ടയർഡായി. ഇപ്പോൾ പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറേ ആൾക്കാരൊന്നുമില്ല. കൊച്ചുതാട്ടൻ്റെ വൈഫിൻ്റെ പേര് അനുശ്രീൻ്റെ വീട്ടിൽ നിന്നുള്ളവരും കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ അടുത്തുള്ളവരും കുറച്ച് റിലേറ്റീവ്സും മാത്രം തന്നെയുള്ളൂ കേട്ടോ. ചെറിയൊരു പരിപാടിയാണ്. എന്തായാലും കൊച്ചുതാട്ടൻ്റെ ഇതൊക്കെ സംഭവങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഡെക്കറേഷൻ വർക്കാണ്. അപ്പോൾ അതൊക്കെ എന്തായാലും സൂപ്പറായിട്ടുണ്ട് കേട്ടോ. പിന്നെ രാത്രിയും കൂടി ആകുമ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്നുകൂടെ നല്ല ഭംഗിയാവുമല്ലോ. അപ്പോൾ എന്തായാലും കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. കുറേ ആൾക്കാർ വീട്ടിൽ നിന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എത്തിയപ്പോഴത്തേന് കുറച്ച് വൈകിയില്ലേ, അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ. എൻ്റെ ഒപ്പമുള്ളത് മുത്തു ചേച്ചി, അമ്പിളി ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളവരെയൊക്കെ വിളിക്കുമായിരുന്നു കേട്ടോ. ബാക്കിയുള്ളവരെ വിളിക്കാൻ പറയുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കുമായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ എൻ്റെ സ്വന്തം അമ്മ ഇന്നൊന്നും കൂട്ടാതെ ഫുഡ് കഴിക്കാൻ കേട്ടോ. എന്നെ കൂട്ടാതെ അല്ല, ഞങ്ങളവിടെ ഫോട്ടോ എടുക്കുകയായിരുന്നു. അപ്പോഴത്തേനും അവരൊക്കെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ആൾക്കാരുള്ളൂ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ഇരുന്നു കേട്ടോ. ഫുഡായിട്ട് നെയ്ച്ചോറ്, ചിക്കൻ പൊരിച്ചത്, പിന്നെ അതേപോലെ തന്നെ എന്താ പൊറാട്ട, പിന്നെന്തോ നെയ്പ്പത്തൽ, പിന്നെ പുഡിങ് കൊണ്ട് കേട്ടോ. പുഡിങ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിന്നാണ് കേട്ടോ ആദ്യമായിട്ട് കഴിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ വീട്. കണ്ടോ, അതാണ് പന്തൽ. അപ്പോൾ അത്ര അടുത്താണ്, വലിയ ഗ്യാപ്പൊന്നുമില്ല. അപ്പോൾ അഞ്ചൊക്കെ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. മേലാറ്റൂരത്തെ ചേച്ചീൻ്റെ മോള് അവർ പോവുകയാണ്. അപ്പോൾ അവരോട് യാത്ര ഇങ്ങനെ വീട്ടിലേക്ക് ഇറങ്ങാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ, വീഡിയോസിനെ പറ്റിയൊക്കെ. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് എല്ലാ കുട്ടിപ്പട്ടാളുണ്ട് ഇവിടെ. അപ്പോൾ എന്താ പറയുക, വണ്ടികൾ ഇപ്പോൾ ഇന്ന് ഗിഫ്റ്റ് കിട്ടിയ വണ്ടികളാണ് ഇതൊക്കെ. അപ്പോൾ അതിൽ കയറി കളിക്കാൻ കേട്ടോ. അപ്പോൾ കുട്ടികളെ തിരഞ്ഞപ്പോഴൊന്നും എവിടെയും കാണാനില്ല. അപ്പോൾ മൊത്തവും ഇവിടെയാണ്, വണ്ടിയുമേലാണ് മൊത്തം. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് വീട്.
ഇതാണ് കേട്ടോ മാമ. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോന്നു. രാത്രി ഒരു 10-10:30 ആയപ്പോഴത്തേനും ഞങ്ങൾ പോന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് എടുത്തത്. ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അമ്മായിൻ്റെ വീട്, കുറച്ചൊന്ന് പോയാൽ മതി. അപ്പോൾ ഞാൻ പിന്നെ നേരെ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ചായ കുടിക്കുകയാണ്. ചായ കുടിച്ചപ്പോഴാണ് പിന്നെ വീഡിയോ കണ്ടിന്യൂറ്റി ആണല്ലോ വിചാരിച്ചിട്ട് എടുക്കാൻ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. നാത്തുമാർ രണ്ടാളും പൊരിഞ്ഞ പണിയിലാണ്. ഞങ്ങൾ ചായ കുടിക്കുകയാണ് പറഞ്ഞില്ലേ, ഓലോട് ഇരിക്കാൻ പറഞ്ഞിട്ടോ, ഇരിക്കണില്ല. അപ്പോൾ ഗൈസ് ഞങ്ങൾ ചായ കുടിച്ചു. അവർ പിന്നെ ഇരുന്നു കേട്ടോ. ഇരിക്കാൻ നിന്നപ്പോഴത്തേനാണ് ചെക്കന് ചായ വേണം, ചായയിൽ പഞ്ചസാര ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ചായയും പഞ്ചസാരയൊക്കെ എടുത്ത് കൊടുക്കുന്നു. അപ്പോൾ ഏട്ടനൊന്നും നീച്ചിട്ടില്ല കേട്ടോ. ഏട്ടനെ ഞാൻ ഇവിടെ പിടിച്ച് നിർത്തിയതാണ് കേട്ടോ. സൺഡേ ആണ്. അപ്പോൾ ഒന്നിവിടെ കുറച്ച് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് പോവാൻ പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ച് നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ അതാ ഫുഡ് ഇന്ന് നെയ്ച്ചോറും ചിക്കനുമാണ്. നെയ്ച്ചോറ് കുക്കറിലും വയ്ക്കുക, ചിക്കന് അടുപ്പത്തും വയ്ക്കുക പറഞ്ഞു കേട്ടോ. അപ്പോൾ ലച്ചുമോൾ ഇതാ കിഴങ്ങ് പൊരിക്കാൻ വേണ്ടിയിട്ട് കിഴങ്ങും കൂടെ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറൊക്കെ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ എടുക്കാറുള്ളൂ കേട്ടോ. കുക്കർ അങ്ങനെ അമ്മ എടുക്കാറില്ല. അപ്പോൾ ചിക്കൻ ഇതാ നാത്തൂനമ്മ വയ്ക്കുന്നുണ്ട്. പിന്നെ റൈസ് മാത്രമാണ് ഞാൻ കുക്കറിൽ അടിച്ചു കൊടുത്തത് കേട്ടോ. പിന്നെ ഏട്ടൻ്റെ കുടിരിക്കലൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. ഏപ്രിലൊക്കെ ആയിട്ട് മിക്കവാറും ഉണ്ടാവും. ഡേറ്റൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഡേറ്റ് കണ്ടിട്ടൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ അമ്മ രാവിലെ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കുക്കറിൽ നിന്ന് മാറ്റുകയാണ് കേട്ടോ. അമ്മയ്ക്ക് അങ്ങനെയാണ് എല്ലാ സംഭവങ്ങളും കുക്കറിൽ നിന്നൊക്കെ മാറ്റി ഒക്കെ കഴുകി മോറി വൃത്തിയാക്കി വെക്കണം എന്നല്ലേ, അങ്ങനെയാണ്. അപ്പോൾ അതാ ഞാൻ പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ സ്ഥലം. ഞാൻ വന്ന ആ കിച്ചണിൻ്റെ ഈ ഒരു സൈഡിൽ സ്റ്റൂളിട്ട് ഇവിടെ അങ്ങോട്ട് ഇരിക്കും. അപ്പോൾ പിന്നെ എല്ലാ കാഴ്ചകളും കാണും, പുറത്തുനിന്ന് ഉള്ള കാഴ്ചകളും കാണും, ഇവിടെ അടുക്കളയ്ക്കും കാണും കേട്ടോ. അപ്പോൾ അതാ മക്കൾസൊക്കെ പിന്നെ ചെക്കൻ കരഞ്ഞിട്ട് ഏട്ടൻ താഴത്തു കൂടെ കൊണ്ടുപോയി പേരയ്ക്ക പറിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ചിരിക്കുകയാണ്. ഭയങ്കര വികൃതിയാണ് മൂന്നാളും കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ. പിന്നെ ചെറുതും കൂടെ ഉണ്ട്. ഓന് എന്തായാലും പോയിട്ടില്ല, ഓനിപ്പോൾ സുഖമല്ല കേട്ടോ, ഓന് പനിയാണ്. അപ്പോൾ ഓനെയും കൊണ്ട് ആശുപത്രിയിൽ പോയതാണ് കേട്ടോ ചെറിയ നാത്തൂന്. അപ്പോൾ അതൊക്കെ ലച്ചുമോൾ എടുത്തതാണ് കേട്ടോ. ലച്ചു മാഗി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതാ ചിക്കനായിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ ചോറും ആയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കുക്കറിൽ നിന്ന് പിന്നെ മാറ്റിയിട്ടുണ്ട് കേട്ടോ, വേറൊരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. കാരണം പിന്നെ കുക്കറിൽ തന്നെ ഇരിക്കുമ്പോൾ ഇത് വേവ് കൂടുമോ വിചാരിച്ചിട്ടേ. പിന്നെ അത് അച്ഛ കടയിൽ പോയി വന്നപ്പോൾ ഡയറി മിൽക്ക് കൊടുത്തിരുന്നു. അപ്പോൾ അതങ്ങനെ മെൽട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളത്തിലിട്ടച്ചതാണ്. ഇവിടുത്തെ ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാൻ വയ്യ. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വച്ചിട്ട് പിന്നെ കഴിക്കാറുണ്ട്. അങ്ങനെ വെക്കുകയാണ് കേട്ടോ. ഞാനിതാ അവിടെ എൻ്റെ ചുരിദാർ എന്തോ തയ്ക്കാൻ കേട്ടോ. വലിയ തയ്ക്കൊന്നുമില്ല, കീറിയതൊക്കെ അങ്ങനെ തയ്ക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ പിന്നെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ എല്ലാതും അടിക്കും കേട്ടോ. ആദ്യമൊക്കെ അടിച്ചിരുന്നു. ഇപ്പോൾ പിന്നെ മെഷീന് ഇല്ലാത്തതുകൊണ്ട് അടിക്കാൻ പറ്റണില്ല. വീട്ടിൽ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ പോവുള്ളൂ, അപ്പോൾ മാത്രമേ തയ്ച്ച് നോക്കലുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിക്കണതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പോന്നു കേട്ടോ. ഉച്ചയ്ക്ക് ആയപ്പോഴത്തേനും പോന്നു. ഉച്ചയ്ക്ക് ചിലപ്പോൾ പണിക്കർ വരും എന്നൊക്കെ പറഞ്ഞിരുന്നു, വീടിൻ്റെ പാല് കാച്ചൽ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളുടെ വീട്ടിലേക്ക് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അമ്മ. അപ്പം എന്തായാലും എൻ്റെ കുഞ്ഞു വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. താങ്ക്